ഇന്ന് കുറച്ച് മോര് കറി വെക്കാം. അപ്പോൾ ചേന, വാഴക്ക, കുമ്പളങ്ങ, തക്കാളി, പച്ചമുളക് എന്നിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും അത് ഇവിടുന്ന് എടുക്കാം. 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് തോന്നിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള തേങ്ങ ചിരണ്ടിയെടുക്കാം. അതിലൊരു 4 ചെറിയ ഉള്ളി, ഒരു നുള്ള് നല്ല ജീരകം ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരക്കാൻ പാടില്ല. ഇതുപോലെ തരി കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഒഴിക്കരുത്. ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു നുള്ള് ഇളക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച ശേഷം നമ്മുടെ തേങ്ങ അരച്ചത് അതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്കിതിനൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. താളിക്കുക, തൂമിക്കുക എന്നൊക്കെ പറയും. ഇങ്ങനെ നമ്മുടെ മോര് കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു നുള്ള് കടുകും ഒരു കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്കിതിനൊന്ന് താളിച്ചെടുക്കാം. 2 വറ്റൽമുളക് കേട്ടോ. ഇനി വറ്റൽമുളകും കറിവേപ്പില അതിലിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.